തിരുവനന്തപുരം പാറോട്ടുകോണത്ത് ഇന്നൊരു അപൂർവ സംഗമമാണ് നടന്നത്. കേരളത്തിലുടനീളമുള്ള ഇരട്ടകളുടെ അസോസിയേഷൻ്റെ ഒരു ഒത്തുചേരലാണ് ഇന്നിവിടെ. ഗ്രൂപ്പിൻ്റെ തന്നെ പ്രധാന അംഗമായ വ്യാസിൻ്റെ മകളുടെ നൂലുകെട്ടിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കേരളത്തിലുടനീളമുള്ള ഈ ഒരു അസോസിയേഷനുള്ള ഇരട്ടകൾ. അവരുടെ വിശേഷങ്ങളാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഒരു ഗ്രൂപ്പിൻ്റെ തന്നെ പ്രധാനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് എന്നൊരു ആശയം, ഒരു അധികം കേട്ട് കേൾവിയില്ലാത്തൊരു ആശയമാണ് ഈ ഒരു ഇരട്ടകളുടെ, അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഇത് ആദ്യമേ ടിക്ടോക്ക് വഴിയാണ് ഞങ്ങൾ വന്നത്. അപ്പം ആദ്യമേ ഇത്ര കുറച്ച് ഇരട്ടകളല്ലാതൊക്കെ കാണുമൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പോൾ പല ജില്ലയിൽ നിന്നും ആൾക്കാരൊക്കെ വന്ന് ഇതുപോലെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തുടങ്ങി. പിന്നെ മീറ്റപ്പൊക്കെ വെച്ച് തുടങ്ങി വർഷം. പിന്നെ ഇനിയിപ്പം മീറ്റപ്പായിട്ടല്ലാതെ തന്നെ നമുക്ക് ഇനി ട്രിപ്പ് പിന്നെ അല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്? നൂലുകെട്ടിന് ഇങ്ങനെ ഒരു ഗ്യാതറിങ് ഇതിന് മുൻപ് ഗ്യാതറിങ് നടത്തിയിട്ടുണ്ടോ? ഇതിന് മുമ്പേ നമ്മൾ ഇവൻ്റെ കല്യാണത്തിനായിരുന്നു അന്ന് വന്ന് കുറച്ച് ഇരട്ടകൾ വന്നായിരുന്നു. പിന്നെ ഇതിപ്പോൾ പല ജില്ലയിൽ നിന്നൊക്കെയാണ് വന്ന ആൾക്കാർ വന്നേക്കുന്നത്. പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്, മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. നൂലുകെട്ടാണല്ലോ, അപ്പോൾ നമ്മൾ ലളിതമായിട്ട് നടത്താൻ വേണ്ടി കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള ഗ്യാതറിങ്ങും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇനി വർഷം നടത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അസോസിയേഷനായിട്ട് മുന്നോട്ട് പോകാനാണോ, ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ ആ തലത്തിലാണോ പ്രവർത്തനങ്ങളൊക്കെ? അസോസിയേഷനായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഇപ്പം അംഗത്വം കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പം ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 18 വയസ്സ് പ്രായപൂർത്തിയായിട്ടുള്ളവർക്കാണ് അംഗത്വം കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ അല്ലാതെ ഗ്രൂപ്പിൽ നമുക്ക് ചെറിയ പിള്ളേർ 2 മാസമൊക്കെ പ്രായമുള്ള പിള്ളേർ തൊട്ട് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിലുള്ളതെന്ന് പറയുമ്പം കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ എല്ലാ പ്രായത്തിലുള്ളവരുണ്ട്. 75 വയസ്സുള്ളവരൊക്കെ വരെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു മീറ്റപ്പ് നമ്മൾ ഒരു 200 ജോഡി ഇരട്ടകൾ പങ്കെടുത്തതിൽ അതിനകത്ത് ഏറ്റവും കൂടി പ്രായമുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു നമ്പർ പറയുമ്പോൾ കേരളത്തിലുടനീളം എത്ര ഉണ്ടാവും നിങ്ങളൊരു അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ? നമുക്ക് 1600 ഉണ്ട് ഇപ്പം ഉണ്ട്. ഇനി ആളുകൾ ഇത് അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ്, വാട്സപ്പ് ഗ്രൂപ്പാണ്. പിന്നെ ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ ഇത് അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അംഗത്വമൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇനി കൊടുക്കാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുവാണ്. അതുപോലെ ട്രിപ്ലെറ്റ്സും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നോ? അങ്ങനെ എത്ര പേര്? 5 ജോഡിയുണ്ട്. അപ്പം കഴിഞ്ഞ തവണ മീറ്റപ്പിന് വന്നപ്പം 4 ജോഡി വന്നു. 5 ജോഡിയല്ല കേട്ടോ, 10 ജോഡിയുണ്ട്. എൻ്റെ മിസ്റ്റേക്ക് പറ്റിയാണ്. 10 ജോഡിയുണ്ട് നമ്മുടെ ഇതിനകത്ത് ട്രിപ്ലെറ്റ്സ്. എല്ലാവരും ഒരേപോലെ അല്ല. നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ രൂപസാദൃശ്യമുള്ളവരാണ്. എല്ലാവരും ഐഡൻറ്റിക്കലാണ്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ. അങ്ങനെയുള്ളവർക്കാണ് ഗ്രൂപ്പിലെ പ്രവേശനം. അപ്പം നമ്മൾ നേരത്തെ മുതലേ അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ വലിയൊരു ആകർഷണം നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രിപ്ലെറ്റ്സ് 10 പേരുണ്ടെന്ന്. അതിൽ ഒരു ടീമിൽ നിന്ന് എത്തിയിട്ടുണ്ട്, പാലക്കാട് ചെറുപ്പളശ്ശേരിയിൽ നിന്നാണ്. പേരെന്താ? മിർസാഹ്. എത്രാം ക്ലാസ്സിലാണ്? 6ാം ക്ലാസ്സിൽ. ഇതിന് മുന്നേ ഇങ്ങനെ ഇതിന് ഗ്യാതറിങ്ങിന് വന്നിട്ടുണ്ടോ? വന്നിക്കണോ? മീറ്റപ്പിന് വന്നിക്കണോ? എവിടെ? എറണാകുളത്ത്. എല്ലാവരും ഒരേ സ്കൂളിൽ തന്നെ പഠിക്കുന്നു? എൻ്റെ പേര് മിഥിലാജ്, മിൻഹാജ്. അവരുടെ മാതാപിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും ട്വിൻസാണ്. പക്ഷേ അതിൽ ഒരാൾ മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. എൻ്റെ കൂടെയുള്ള ആൾ സൗദിയിലാണ് ജോലി ചെയ്യാണ്. അവർ 2 വർഷമായിട്ട് ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഐഡൻറ്റിറ്റി ട്വിൻസ് തന്നെയാണ്. ട്രിപ്ലെറ്റ്സ് ഞങ്ങൾ ഒരു എന്താ വെച്ചാൽ ട്രിപ്ലെറ്റ്സ് ഒരുപോലെ തന്നെയാണ് ഞങ്ങളുടെ മുകളിൽ. വളർത്തിയെടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. 5 വയസ്സ് വരെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വളർത്താൻ വേണ്ടിയിട്ട്. എപ്പോഴും ശ്രദ്ധ വേണം. നമ്മളെപ്പോഴും അവരെ നോക്കാൻ വേണ്ടി ഒരു വയസ്സ് വരെയൊക്കെ ആൾ വെച്ചിരുന്നു. ഒരു നഴ്സിനെ തന്നെ വെച്ചിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ജില്ലയിൽ നിന്നുള്ള, പാലക്കാട്, മലപ്പുറം, എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിലിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള 2 പേരെ പരിചയപ്പെടാം. എവിടെ സ്ഥലം? തിരുവനന്തപുരത്ത് എവിടെ? എൻ്റെ സ്ഥലം പാറശാല. എൻ്റെ പേര് നിഖിൽ. ഇത് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണം. ഞങ്ങളിപ്പോൾ ITI കഴിഞ്ഞിട്ട് സീരിയലിൽ വർക്ക് ചെയ്യാണ് 2 പേരും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇതിന് കൂടാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. മീറ്റപ്പിന് ശേഷം ഞങ്ങളിപ്പോഴാണ്. ഇതിന് മുന്നേ അങ്ങനെ മീറ്റപ്പിന് വന്നിട്ടുണ്ടോ? ഞാൻ ഇപ്പം ഫസ്റ്റ് മീറ്റപ്പിന് കൂടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മീറ്റപ്പിന് ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റപ്പായിരുന്നു. അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാലും അതിൽ കുറച്ച് ജോഡികളെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഈ ഒരു മീറ്റപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു അംഗസംഖ്യയുടെ ഒരു 4/1 പോലും ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ 10 ജോഡികളാണെങ്കിൽ പോലും ഒരു ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു ഭംഗിയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എവിടെ നിന്നാണ്? ഞാൻ ഇവിടെ നിയമമാണ്. ഒരുപാട് കാലമായോ ഈ ഗ്രൂപ്പ്? ഞങ്ങൾ 1 വർഷം കഴിഞ്ഞു ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ട്. വ്യാസിൻ്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു.
ജോലി ഹൗസ് വൈഫാണ്. ഇല്ല, ഞാൻ അലൻസോളി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലാണ് ഇവിടെ വെള്ളയണിയിലുള്ള. എങ്ങനെയുണ്ട് അസോസിയേഷൻ്റെ പരിപാടിയൊക്കെ? സൂപ്പറാണ്. ആലപ്പുഴയിൽ നിന്ന് എത്തിയുള്ള തിരുവനന്തപുരത്തേക്ക്. ആർദ്ര ആർഷ ബ്യൂട്ടീഷ്യൻ. അതെ ആ അതെ പഠിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ തിരുവനന്തപുരം മാനൂര് വർക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഇരട്ടകളുടെ ഒരു ഫംഗ്ഷന് വന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളെ കാണുമ്പോൾ മാറും എല്ലാവർക്കും, പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ, അത് ആരെ വിളിക്കണം. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇരട്ടകൾ ആദ്യമായിട്ട്. ഗ്രൂപ്പിൽ 1.5 വർഷമായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു എല്ലാവരും കൂടെ ഉള്ളതായിട്ടുള്ളൊരു പ്രോഗ്രാമിന് ആദ്യമായിട്ടാണ് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ. ഞങ്ങളെല്ലാവരും മാറി 5 5 എന്നൊക്കെ ചോദിക്കും, പക്ഷെ ഇവിടെ വന്നിട്ട് ആരാ നിഖില് ആരാ ചോദിക്കേണ്ട ഒരവസ്ഥ. നമുക്കതേപോലെ പാലക്കാട് നിന്ന് 2 പേരുണ്ട് ഇവിടെ ഒളിച്ച് നിൽക്കുക. പാലക്കാട് നിന്ന് 2 പേരാണ്. എൻ്റെ പേര് രാഹുൽ, എൻ്റെ പേര് ഗോകുല്. പാലക്കാട് മണ്ണാർക്കാടാണ് പ്ലേസ്. ഒരുമിച്ച് ഇനിയാണോ പടത്തെടുത്ത്? ഒരുമിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മീറ്റപ്പിന് വന്നായിരുന്നു. മീറ്റപ്പിന് 150 ജോഡിയോളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഇതിൽ കൗതുകം തോന്നി ട്രിപ്പിൾസാണ്. പെട്ടെന്ന് മനസ്സിലാവില്ല. ഇരട്ടാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുണ്ട്. ട്രിപ്പിൾസിനെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല പെട്ടെന്ന്. നമ്മുടെ നാട്ടുകാരനെ ഞങ്ങളുണ്ട് പത്തനംതിട്ട. പേര് അനന്തൻ അർജുൻ. സാധിച്ചില്ലേ? ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല, വർക്കുണ്ട്. അജിത്ത്, അവൻ്റെ പേര് അനീഷ്, മലപ്പുറം. ഒരുപാട് വർഷമായി അസോസിയേഷൻ ചേർന്ന്? ഇതിൽ 3 വർഷമുണ്ട്. പേര് ശിവഹരി, പത്തനംതിട്ട അടൂന്ന് വരുന്നു. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ സെക്കൻഡ് ഇയർ. ഒരുമിച്ചാണ്. ശ്രീഹരി. ഒരു പത്തനംതിട്ടക്കാരാണ്. ഞാൻ BCA കഴിഞ്ഞു, ഇപ്പോൾ PSC കോച്ചിന് പോകും. ഞാൻ സിവിൽ എഞ്ചിനീയർ. ഞങ്ങൾ രണ്ടാണ്. ആദ്യമായിട്ടാണ് യാത്ര? അല്ല, ഞങ്ങൾ രണ്ടാമത്താണ്. മീറ്റപ്പിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മീറ്റപ്പ് നല്ല വൈബായിരുന്നു, ഓളമായിരുന്നു. ഞങ്ങളെല്ലാം ഇവിടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ചെല്ലുമ്പോഴത്തേക്കും വേറെ ഞങ്ങൾ പ്രത്യേക ഒരു നോട്ടോ, ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേലും വേറെ നോട്ടോ. സെലിബ്രിറ്റീസാണ്. ഒരാൾ വന്നില്ലെങ്കിൽ, സ്കൂളിൽ വന്നില്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ചോദിക്കത്തില്ല. ഇപ്പോൾ 2 തിരിച്ചറിയത്തില്ല. അപ്പോൾ സുഖമാണ്. സുഖമാണ്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഇരട്ടകളുടെ വിശേഷം. ഇനിയും ഇത്തരത്തിലുള്ള അസോസിയേഷനും ഇവരുടെ ഭാവി കാര്യങ്ങളും തീരുമാനിച്ച് ഇതേപോലെ കൂടുതൽ ഗ്യാതറിംഗ് നടത്താനാണ് ഇവരുടെ തീരുമാനം. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18.